ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ മാസങ്ങളും ദിവസങ്ങളും ഒക്കെ പോകുന്നത്. നമ്മളിങ്ങനെ ഒരു മാസമായി, ഒരു വർഷമായി എന്നൊക്കെ പറയുമ്പോഴേ അത്രയൊക്കെ ആയോ എന്ന് തോന്നുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളൊരു തവണ നാട്ടിൽ പോയി വന്നു. അപ്പം നാട്ടിൽ നല്ല മഴയല്ലേ, അപ്പോൾ മഴയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ പോയപ്പോൾ എന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു അത്ര കാര്യമായിട്ട്. പിന്നെ എന്താ പറയുക, ഇത്തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ അമ്മേനെയും കൂടെ കൂട്ടി. അങ്ങനെ അമ്മയൊക്കെ വന്നതല്ലേ, ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തോട്ട് ഇറങ്ങിയതാട്ടോ, ഒരു വാക്കിംഗ് ഏരിയ. അടൽ ബിഹാരി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാട്ടോ ഇതിന്റെ പേര്. ഇതിന് നമ്മൾ മിനി ലാൽബാഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആത്തി ഇതാ എല്ലാവർക്കും ഹായ് ഒക്കെ തന്നിട്ട് നല്ല ജോളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആത്തി എന്നല്ല, എല്ലാ ഏജിനും വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇത്. കുട്ടികൾക്കും വലിയവർക്കും അതേപോലെ മുതിർന്നവർക്കും ഒരേപോലെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം. തെങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെയൊക്കെ ഓർമ്മ വരും. എന്നാലും നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ബാംഗ്ലൂരിലെ തിരക്കുകളും ആ ഒരു അർബൻ സൗണ്ട് എന്നൊക്കെ മാറിയിട്ട് തികച്ചും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ വിചാരിക്കും ഇത്രയും ടൗണിൻ്റെ ഉള്ളിൽ ഇത്രയും അടുത്തായിട്ടൊരു നല്ലൊരു ഹിഡൻ പ്ലേസ് ആയിട്ട് ഇത് ഇവിടെ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. എന്താ പറയുക, ഇവിടെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ഫീല് വരുന്നത്. ചെറിയ ചെറിയ കിളികളുടെയൊക്കെ സൗണ്ട്. അതേപോലെ ഞങ്ങൾ വന്ന സമയത്ത് വൈകുന്നേരമായിരുന്നു. നന്നായിട്ട് കുയിൽ കൂകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ അതിനനുസരിച്ച് താളത്തിന് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ എന്താ, ഞങ്ങൾ കുറേ തത്തകൾ അങ്ങനെ കിളികളെയൊക്കെ കാണാൻ പറ്റി. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ജോഗിങ്ങിനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ പെറ്റ്സിനൊന്നും ഉള്ളിലോട്ട് അലൗഡ് അല്ല. അതേപോലെ തന്നെ ഇവിടെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. ഒന്നിനും കോസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ഒട്ടും ചിലവില്ലാതെ അത്രയും എന്താ പറയുക, ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടം. പിന്നെ വെച്ചാൽ അമ്മയ്ക്കൊക്കെ കാലുവേദനയാണ്, കുറേ ദൂരമൊന്നും നടക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും വന്ന് ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇപ്പം എന്നും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ പറ്റുന്ന ഡേയ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തടുത്ത് വരുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് പിന്നെ അവിടെ ഒന്ന് പോയി നോക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ട് നല്ല സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്കും കൂടെ സജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല ഏതെങ്കിലും നിങ്ങളൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, നമ്മൾ വൈറ്റ് ഫീൽഡ്, കണ്ണമംഗലം ആ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരിടം ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടോ. കുട്ടികളെയും കൊണ്ടുവരാനും അതേപോലെ നമ്മുടെ മക്കളെ ഒന്നുകൂടെ ഒന്ന് പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് അടുപ്പിക്കാൻ പറ്റിയ സ്ഥലം. ഈ ഒരു അർബൻ തിരക്കും ഒച്ചപ്പാടിനും ഒക്കെ മാറിയിട്ട് തന്നെ പൂക്കളും ഇലകളും മരങ്ങളും ജീവജാലങ്ങളും മണ്ണും ഒക്കെ ആയിട്ട് അവർക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്കിതിനെ തോന്നിയത്. എല്ലാവരും കണ്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തിയപ്പോഴത്തേനും ഗേറ്റ് ക്ലോസിംഗ് ടൈം ആയിട്ടോ. സെക്യൂരിറ്റി മാമ ഇതാ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു, തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ടും രേഖപ്പെടുത്തണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വിശേഷങ്ങളും പുത്തൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.